ഞാൻ നിരന്തരമായി ഒരു പക്ഷേ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് അനുഭവം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാൻ എല്ലാ താലൂക്ക് ആശുപത്രികളിലും സന്ദർശിച്ചു. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി സന്ദർശിച്ചു. അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മുടെ മുന്നിൽ വരുന്ന സ്ക്രീനിൽ ഈ ആശുപത്രിയുടെ പണം കണ്ടിട്ട് പറയുകയാണ്. ആ ചിത്രം അവിടെ വെച്ചിട്ട് പറയും, ഇവിടെ ഇങ്ങനെയാണ്, അവിടെയാണ്, എല്ലാം നല്ലതാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട് ചെന്ന് കാണുമ്പോഴാണ് ഇന്ന പ്രശ്നമുണ്ട് ഇവിടെ, അല്ലെ ആളുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ചെറിയൊരു പാസേജിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെ മറ്റൊരു വിഷയമായിരിക്കും. ജനങ്ങൾക്ക് നേരിട്ട് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോ. ആരോഗ്യ പ്രവർത്തകർക്കും അവർക്ക് ജോലി ചെയ്യാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മുഴുവൻ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രി സന്ദർശിച്ചപ്പോൾ സുൽത്താൻ ബത്തേരി വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വടക്കുന്നാണ് ഇങ്ങോട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഏതോ ഒരു വാർഡിൽ പോയി സന്ദർശനം നടത്തുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പരാതി ആവാം. ഞാൻ പറഞ്ഞു പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കേട്ട ഒരു ചിത്രമല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്ന് നിന്നപ്പോൾ ഞാൻ കണ്ടത്. നിങ്ങൾ ഈ വാർഡിലൂടെ പോകുമ്പോഴും ഈ ആശുപത്രി സന്ദർശിക്കുമ്പോഴും നിങ്ങളുടെ ഈ പ്രവർത്തനവും രീതിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നും അല്ല ശരി എന്നെനിക്ക് മനസ്സിലായി. അത് ശരിക്കും അന്ന് ഈ ലോക്കൽ ചാനലുകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഏതോ ലോക്കൽ ചാനലുകൾ ഇത് പകർത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഇതുപോലൊരു മീറ്റിങ്ങിൽ അദ്ദേഹം പിറവത്ത് നിന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു കൂട്ടായ്മയാണ്. ഒരു പ്രീ ഡിഗ്രി കാലത്തെ 86-88 കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയിൽ അവിടെ പഠിച്ച ഒരാളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ എന്നോട് ഇതേ വാചകം എന്ന് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരിക്കും, നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ധാർഷ്ട്യമുണ്ട്, നിങ്ങൾ കണ്ടാൽ ചിരിക്കില്ല, നിങ്ങൾ വർത്തമാനം പറയില്ല, നിങ്ങൾ ഭയങ്കര ധിക്കാരിയാണ് എന്നൊക്കെ ഉള്ളൊരു ചിത്രമാണല്ലോ. പക്ഷെ ഇതൊന്നുമല്ല നിങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഞാനൊരു 50 ഗ്രൂപ്പിൽ അംഗമാണ്, ഞാൻ 50 ഗ്രൂപ്പിലും ഇന്ന് ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സത്യത്തെ മനഃപൂർവ്വം മൂടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സത്യസന്ധമായിട്ടുണ്ടാകുന്ന ഒരു ഇമോഷനാണത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതൊരു ജെനുവിൻ എക്സ്പ്രഷൻ